എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈസി മുരിങ്ങയില പരിപ്പ് കറിയാണ്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് നാളികേരം അരച്ച് ചേർക്കുന്നില്ല. പരിപ്പ് കുക്കറിലൊന്ന് വെന്ത് വരുന്ന താമസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഹെൽത്തി കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇതുവരെയും ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണാൻ മറക്കല്ലേ. നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ വെജ് റെസിപ്പീസുകൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്, അതും ബിഗിനേഴ്സിനായിട്ടുള്ള പാചകവും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. മുരിങ്ങയില കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി അതിന് ശേഷം ഇതിൻ്റെ തണ്ടിൽ നിന്നെല്ലാം വേർപെടുത്തി ഇല മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമുക്കിനി ഇല വേർപെടുത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില ഞാനിതുപോലെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 50 ഗ്രാം അളവിൽ പരിപ്പൊന്ന് കഴുകിയെടുക്കണം. ഇനി നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ള പരിപ്പ് കുക്കറിലേക്കൊന്ന് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സവാള കട്ട് ചെയ്ത് ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ്, വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി നമുക്കൊന്ന് വേവിച്ചു കൂടി എടുക്കാം. ഇനി പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറി തയ്യാറാക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഇനി ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മൺചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ കറി തയ്യാറാക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇപ്പോൾ നല്ലപോലെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 കൊച്ചുള്ളി കട്ട് ചെയ്തത് ചേർക്കണം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് കിട്ടണം, അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മുരിങ്ങയില ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുരിങ്ങയില നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകം പൊടിച്ചത് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുരിങ്ങയിലയും വറവും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം മൂടി വെച്ച മുരിങ്ങയില ഒന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി പരിപ്പും മുരിങ്ങയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കറിയുടെ ഉപ്പ് നോക്കാവുന്നതാണ്. അങ്ങനെ ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയ കറി നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കുടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഹെൽത്തി മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി കഴിക്കണം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണ്. ഏവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ പാചകം പഠിച്ചു തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് അനിതാസ് ടേസ്റ്റി കോർണർ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.